6ാം ക്ലാസ്സിൻ്റെ സ്റ്റെപ്സ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ USS 2021 എന്ന് കൊടുത്തേക്കുന്നു? 2021 പ്രീവിയസ് ചോദ്യം നമ്മുടെ പാഠത്തിലെ അക്ഷാംശ രേഖാംശ രേഖകളുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കൺസെപ്റ്റ് ആയിരുന്നു. നമുക്ക് നോക്കാം, ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പർപ്പസ് ഓഫ് ഡ്രോയിങ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ഓൺ ദ ഗ്ലോബ്. ലാറ്റിറ്റ്യൂഡുകളുടെയും ലോഞ്ചിറ്റ്യൂഡുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അവ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? 4 ഓപ്ഷനുകളായിരുന്നു നൽകിയിട്ടുള്ളത്. ഐഡന്റിഫൈ ദ ആക്യുറേറ്റ് ട്രാവൽ റൂട്ട്. ട്രാവൽ റൂട്ട് അറിയാൻ നമ്മളെ സഹായിക്കുന്നു. ഐഡന്റിഫൈ ദ ഡിറക്ഷൻ, സ്ഥലം, ദിശ അറിയാൻ സഹായിക്കുന്നു. കാൽക്കുലേഷൻ ഓഫ് ടൈം, സമയം അറിയാൻ സഹായിക്കുന്നു. ആൻഡ് ലൊക്കേറ്റ് ദ പൊസിഷൻ, സ്ഥാനം അറിയാൻ സഹായിക്കുന്നു. ആൻസർ ലൊക്കേറ്റ് ദ പൊസിഷൻ എന്നുള്ളതാണ്. ഇപ്പൊ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, നമ്മുടെ ഗ്ലോബ് നൽകിയിട്ട്, ഗ്ലോബിൽ ഒരു ബസ്സിന്റെ പടം നൽകിയിട്ട് ഈ ബസ് എവിടെയായിരുന്നു നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യ തവണ അത് കണ്ടെത്താൻ പാടാണ്. പക്ഷേ രണ്ടാമത്തെ തവണ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുകളും ഉപയോഗിച്ചപ്പോൾ അത് ഏതിൽ വരുന്നു എന്ന് കൃത്യമായി കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. ആ രീതിയിലുള്ള ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ ലാറ്റിറ്റ്യൂഡുകളുടെയും ലോഞ്ചിറ്റ്യൂഡുകളുടെയും സവിശേഷത എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് us ടു ലൊക്കേറ്റ് ദ പൊസിഷൻ. ഓക്കെ, അപ്പോൾ സണ്ണായിട്ടൊന്ന് പറയാം, LSS നോട്ടുകൾക്ക് ഡെയിലി എക്സാം സീരീസിന് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. QR കോഡ് ഇവിടെ സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനെ നമുക്ക് സ്റ്റെപ്സിന് വേണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഭൂമിയിലെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൗമോപരിതല സവിശേഷതയുടെയും സ്ഥാനം കൃത്യമായി തിരിച്ചറിയുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നത് അക്ഷാംശ രേഖാംശ രേഖകളാണ്, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ, ലാറ്റിറ്റ്യൂഡ് എങ്ങനെ കിടക്കുന്നു, ലോഞ്ചിറ്റ്യൂഡ് എങ്ങനെ കിടക്കുന്നു എന്നുള്ളത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒട്ടും തെറ്റില്ല. ലോഞ്ചിറ്റ്യൂഡ്, റോക്കറ്റ് ലോഞ്ച് എന്ന് ആലോചിക്കുക. റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നു. റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? റോക്കറ്റ് ഇങ്ങനെയാണ് പോകുന്നത് മുകളിലോട്ട്. അപ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂഡ്. ഈ വരയ്ക്കുന്ന, ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന വരകൾ ലോഞ്ചിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആണ്. ലാറ്റിറ്റ്യൂഡ്, ടാറ്റ എന്നുള്ളതാണ് പഠിച്ചു വെച്ചേക്കുന്നത്. കൈ ടാറ്റ കൊടുക്കുന്ന രീതിയിൽ, നമ്മൾ ടാറ്റ കൊടുക്കുന്ന ഇങ്ങനെയല്ല കൈ കൊടുക്കുന്നത്, ആ രീതിയിൽ പാരലായിട്ടാണ് വരുന്നത്. ഇക്വേറ്ററിന് പാരലായിട്ടുള്ളത്, ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ടുള്ളത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മലയാളം മീഡിയത്തിനും അതുപോലെയാണ്. അക്ഷാംശ രേഖാംശ രേഖകൾ, അതിൽ തെറ്റിപ്പോകാതിരിക്കാൻ രേഖ എന്ന പെൺകുട്ടിക്ക് നീളമുണ്ട് എന്ന് പഠിച്ചാൽ മതി. രേഖ എന്ന പെൺകുട്ടിക്ക് നീളമുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചാൽ മതി. നീളം കാണിക്കുന്നത് ഇങ്ങനെയല്ലേ, അവരെണ്ണം പഠിച്ചു വെച്ചാൽ മറ്റേ തെറ്റിപ്പോകില്ലല്ലോ. ആ രീതി ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അതിനോടൊപ്പം ഒരു സർക്കിൾ വരച്ചിട്ട് ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ അടയാളപ്പെടുത്തി പഠിക്കുക. ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ, 0 ഡിഗ്രിയാണ്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്താണ്. അതേപോലെ 23 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ ദക്ഷിണായന രേഖ വരും. ആർട്ടിക് വൃത്തം 66 മുകളിലും അന്റാർട്ടിക് വൃത്തം 66 ഡിഗ്രി താഴെയും ആണ് വരുന്നത്. 2 ധ്രുവങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഇന്ത്യയുടെ സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി രേഖാംശ രേഖ ഉപയോഗിച്ചാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏക അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. അളവ് 23.5 ഡിഗ്രി നോർത്ത് ആണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഉത്തരായന രേഖയാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ അക്ഷാംശ രേഖകളാണ്, ലാറ്റിറ്റ്യൂഡുകളാണ്. ഇനി നമ്മുടെ പുസ്തകത്തിൽ എനിക്ക് പേജ് 89 അങ്ങനെയാണ് 6ാം ക്ലാസ്സിന്റെ പുസ്തകത്തിൽ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സ്റ്റെപ്സിന് ഒരുപക്ഷെ 4 ഓപ്ഷനുകൾ നൽകിയിട്ട് അതിൽ ശരിയായിട്ടുള്ളത് ഏത് തെറ്റായിട്ടുള്ളത് അങ്ങനെ ഓപ്ഷൻ MCQ ക്രമത്തിലുള്ള ഓപ്ഷനുകൾ വേണമെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നൽകാവുന്നതാണ്. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഭൂമധ്യരേഖയാണ്. ഒരു കാര്യം കൂടി ആലോചിക്കുക, ഈ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിളാണ്. അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് ഫുൾ സർക്കിളാണ്, കറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അക്ഷാംശ വൃത്തം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയാണ്. 2 അർദ്ധഗോളങ്ങളാണുള്ളത്. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളവും തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളവും. അപ്പോൾ ഇവിടെ ദക്ഷിണാർദ്ധഗോളം എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഉത്തരാർദ്ധഗോളമാണ്. മുകൾ ഭാഗം ഉത്തരം. നമ്മൾ അങ്ങനെയൊക്കെ വാ നോക്കിയിരിക്കുമെന്ന് നമ്മൾ അത് കേട്ടിട്ടല്ലേ. അപ്പോൾ വടക്ക് മുകളിലോട്ട് നോക്കിയിരിക്കുന്നത് ഉത്തരാർദ്ധഗോളം, താഴോട്ട് തെക്കോട്ടുള്ളത് ദക്ഷിണാർദ്ധഗോളം. ഇനി ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ, ഇതിപ്പോ സർക്കിളില്
ഉത്തരായന ഉത്തര ധ്രുവം, താഴെ ദക്ഷിണ ധ്രുവം. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഇനി അതേപോലെ 0 ഡിഗ്രി രേഖാംശ രേഖ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു ടേബിൾ നിങ്ങളുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ